നമസ്കാരം. എൻ്റെ വാർത്തയുടെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൊഴിൽ നിഷേധിക്കപ്പെട്ട വയനാട്ടിലെ 500ഓളം തോട്ടം തൊഴിലാളികളുടെ തകരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് എൻ്റെ വാർത്ത ഇത്തവണ ആദ്യം കുടിയേറുന്നത്. വയനാട് ജില്ലയിലെ പൊഴുതനയിൽ രാജ്യസഭാംഗം AP അബ്ദുൽ വഹാബിൻ്റെ ഉടമസ്ഥതയിലുള്ള കുറിച്യർമല എസ്റ്റേറ്റിലെ തൊഴിലാളികൾ മാനേജ്മെന്റ് നിഷേധിച്ച തൊഴിൽ ദിനങ്ങളിൽ ജോലി ചെയ്ത് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ. ഈ മുദ്രാവാക്യ വിളികൾ ജീവിതമെന്ന പോരാട്ടത്തിന് വേണ്ടിയാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ, സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ തേയിലക്കുന്നുകളിൽ ജീവിതം ഹോമിച്ച ഒരു ജനത നടത്തുന്ന പോരാട്ടം. ഇവിടെ ഇവർ നെഞ്ചുകീറി വിളിക്കുകയാണ് അവകാശങ്ങൾ നൽകണമെന്ന്. ജീവിതമാർഗം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കുറിച്യർമലയിലെ തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത്. എന്നാൽ നിഷേധിക്കപ്പെട്ട തൊഴിൽ ദിനങ്ങൾ തൊഴിലെടുത്താണ് ഇവർ സമരം ചെയ്യുന്നത്. കുറിച്യർമല എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ദിവസങ്ങളായി സമരപാതയിലാണ്. തൊഴിൽ നിഷേധം പതിവാക്കിയ തോട്ടം മാനേജ്മെന്റിനെതിരെയുള്ള പോരാട്ടമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാമെല്ലാം കാണുന്ന സമരരീതിയിൽ നിന്നും വ്യത്യസ്തമാണ് ഇവരുടെ സമര പോരാട്ടം. മാനേജ്മെന്റ് തൊഴിൽ നിഷേധിച്ചപ്പോൾ തോട്ടത്തിലിറങ്ങി തൊഴിലെടുത്താണ് ഇവർ പ്രതിഷേധം പ്രകടമാക്കുന്നത്. ഇപ്പോഴുള്ള ജനറൽ മാനേജർ ശശിധരൻ വരുന്നതിന് മുമ്പ് ദിനേശ് കുര്യൻ എന്ന് പറഞ്ഞൊരു മാനേജറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് എസ്റ്റേറ്റിലെ ചപ്പ് തേയില ഫാക്ടറിയിൽ കൊള്ളാഞ്ഞിട്ട് ഫാക്ടറിയിൽ ഇട്ടിട്ട് അവിടെ അത് സ്ഥലം മതിയാകാത്തതുകൊണ്ട് ഈ കാണുന്ന കളത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഈ 6 കൊല്ലം മുമ്പ്. ഇതേപോലെ ഇവിടുത്തെ കോഫി പറിച്ചു കഴിഞ്ഞാൽ ഈ കളങ്ങളിലൊന്നും ഉണക്കാൻ പറ്റാത്തതുകൊണ്ട് ചെമ്പർ എസ്റ്റേറ്റ് കൊണ്ടുപോയി ഉണക്കിയിരുന്നു. അത്രയും വരുമാനം തൊഴിലാളികൾക്ക് ആവശ്യത്തിന് ബോണസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഇവർ ഈ മാനേജരും ഈ അൻവറും വന്നതിന് ശേഷം തൊഴിലാളികളെ ഒഴിവാക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തോട്ടം നോക്കുന്നേ ഇല്ല. തോട്ടത്തിൽ യാതൊരു വളം ചെയ്യുന്നില്ല, തോട്ടം നന്നായ രീതിയിൽ കൊണ്ടുപോകുന്നില്ല. വളരെ മോശമായ തൊഴിലാളികളെ പിരിച്ചുവിടും. ഇവരെന്തോ ഒരു ഹിഡൻ അജണ്ട എഴുതി തയ്യാറാക്കി അത് നടപ്പിലാക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിക്കാൻ പറ്റും, അവരുടെ അവകാശങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട്. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു ഹോസ്പിറ്റൽ സൗകര്യം, ഒരു ഡോക്ടർ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ, ഇന്ന് ഡോക്ടറില്ല. പിന്നെ അത് കുറച്ച് ആഴ്ചയിൽ 2 ദിവസമായി ഡോക്ടർ. ഇപ്പം തീരെ ഇല്ല. അവിടുത്തെ സ്റ്റാഫിനെ കുറച്ച്, മരുന്നുകൾ കിട്ടാനില്ല. ഒക്കെ സർക്കാർ കൊടുക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത്തരത്തിൽ തൊഴിലാളികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തൊഴിൽ നിഷേധം അനുവദിക്കില്ലെന്നും തൊഴിൽ ചെയ്യുന്ന ദിവസങ്ങളിലെ വേതനം അനുവദിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒരാഴ്ച മുമ്പാണ് മുന്നറിയിപ്പില്ലാതെ മാനേജ്മെന്റ് തൊഴിൽ നിഷേധം ആരംഭിച്ചത്. മാസത്തിൽ 10 ദിവസം മാത്രമേ തൊഴിൽ നൽകാൻ കഴിയൂ എന്നാണ് മാനേജ്മെന്റ് നിലപാട്. 230 സ്ഥിരം തൊഴിലാളികളാണ് തോട്ടത്തിൽ തൊഴിലെടുക്കുന്നത്. കാലവർഷക്കെടുതിയിൽ ഏറെ നാശനഷ്ടം നേരിട്ട പ്രദേശം കൂടിയാണ് കുറിച്യർമല. ഇവിടങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളുടെ നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതായി. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വീടുകൾ തകർന്നു പോയതിനു പുറമെ ഉള്ള ജോലിയും നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് പല തൊഴിലാളികളും. മിക്ക കുടുംബങ്ങളും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. അതൊരു ദുരിതമാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാസത്തിൽ ഞങ്ങൾക്ക് 10 പണി തരാമെന്നാണ് പറഞ്ഞത്. ഈ 10 പണി തന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ പ്രളയം വന്ന സമയത്ത്. അതല്ലെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് 3 പണി തരാമെന്നാണ് പറഞ്ഞത്. ഈ 3 പണി തന്നാലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ 2000 രൂപ കൊണ്ട് എന്തായാലും മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ വണ്ടിക്കൂലിയോ ഒന്നും അതിന് എടുത്താൽ നമുക്ക് മതിയാവില്ല. അപ്പോൾ ഈ എന്താ പറയുക, നാട്ടുകാർ തരണ ആ ഗിറ്റ് കൊണ്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് പോകുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ 2000 രൂപ കൊണ്ട് ഒന്നും ഞമ്മക്കാവില്ല എന്ന് ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മാസം 13 ദിവസമായി ഇന്നൊക്കെ ഞങ്ങൾ ക്യാമ്പിൽ കഴിഞ്ഞ് ആരും ഒന്ന് വന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് ഈ എസ്റ്റേറ്റ് ഭാഗത്തുനിന്ന് വന്നിട്ട് ഇവിടെയുള്ള തൊഴിലാളികളാണല്ലോ എന്തെങ്കിലും ദുരിതം അനുഭവിക്കുന്നുണ്ടോയെന്ന് ഇതുവരെ ഒരാളും വന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്താണ് എസ്റ്റേറ്റിൻ്റെ ഇതിൻ്റെ ഒരു ഭാഗം. അവിടേക്ക് വരെ ഏതിലും ഒരു വഴിയില്ല, പൊട്ടി പൊളിഞ്ഞു പോയൊക്കെ, ഒരു കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഈ കിറ്റും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പട്ടിണി എന്ന് പറയാം. ഇത്രയും ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലാണ്. നാട്ടുകാരെ കനിവുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോണേ. 13 പണി കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, 14 പണിയായിട്ട്. അതിൽ ആകെ 2000 ഉറുപ്പ്യാണ് തന്നിക്കണം. അതുവരെ തരാൻ കമ്പനിക്ക് പറ്റണില്ല. ഈ എസ്റ്റേറ്റ് ഇന്നും ഇന്നലെയുള്ള എസ്റ്റേറ്റ് അല്ല. ഞങ്ങളെ ബാപ്പമാർ അതിൻ്റെ മുമ്പ് ഉള്ള തലമുറകൾ സമ്പാദിച്ച് വെട്ടിപ്പിടിച്ച ഒരു എസ്റ്റേറ്റാണ്. ഇവർ വന്നതിൻ്റെ ശേഷമാണ് ഈ എസ്റ്റേറ്റിൽ ഇത്തരം പ്രശ്നങ്ങളും ഇതിങ്ങനെ എന്താ പറയുക ഒന്നുമല്ലാതെ ആയി പോണ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 3-നാണ് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന വിവരം മാനേജ്മെന്റ് തൊഴിലാളികളെ അറിയിച്ചത്. 4 മുതൽ ജോലിക്കെത്തേണ്ടതില്ലെന്നായിരുന്നു അറിയിപ്പ്. 4ഉം 5ഉം തീയതികളിൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങി.
പ്രശ്നപരിഹാരത്തിനായി ജില്ലാ ലേബർ ഓഫീസർ യോഗം വിളിച്ചെങ്കിലും മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തില്ല. ഏറെ ആശങ്കയോടെയാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്കായി നീങ്ങിയത്. അവസ്ഥയും വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. ഓരോരുത്തർ കിറ്റും മറ്റുള്ള സാധനങ്ങളും കൊടുത്തിട്ട് ആളുകൾ ജീവിക്കുന്നത്. ഇതിൻ്റെ മുതലാളി എന്ന രീതിയിൽ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. ഒന്ന് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ എസ്റ്റേറ്റ് ഏത് രീതിയിലേക്ക് നശിപ്പിച്ച് കയ്യിൽ കൊടുക്കുക എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം. അതേമാതിരി ഞങ്ങളൊപ്പമുള്ള സൂപ്പർവൈസർമാർക്കും സ്റ്റാഫിനെല്ലാം കൂലികൾ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഇതിൽ നിന്ന് ഞങ്ങൾ ഒറ്റ രീതിയിലും പിന്മാറാൻ ഞങ്ങൾ പോകുന്നില്ല. വർഷങ്ങളായി കടുത്ത തൊഴിലാളി വിരുദ്ധ നടപടികളാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. തോട്ടത്തിൽ തൊഴിലെടുക്കുന്നതിൽ ഭൂരിഭാഗവും സ്ത്രീ തൊഴിലാളികളാണ്. ഒരായുസിന്റെ അധ്വാനം തോട്ടത്തിൽ ഹോമിച്ച ജീവിതങ്ങൾക്ക് ഇനിയും തലചായ്ക്കാൻ ഒരിടം പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരും ജോലിയിൽ നിന്നും പിരിയാനായവർ. മറ്റു ജോലികൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് മിക്ക തൊഴിലാളികളും. ഇതുവരെ ഇതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് ഈ തൊഴിലാളികൾ ജീവിക്കുന്നുണ്ടോ അല്ല മരിക്കുന്നുണ്ടോ എന്താണ് അവസ്ഥ എന്ന് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല. പക്ഷേ എവിടെയോ കിടക്കണ കണ്ണൂരിന്നും പാലക്കാട്ടുനിന്നും എവിടുന്നോ കിടക്കണ നാട്ടുകാർ ഞങ്ങൾക്ക് കുറേ കിറ്റും അരി സാധനങ്ങളും ഇട്ടുകൊടുക്കാൻ ഡ്രസ്സും ഒക്കെ കൊണ്ടു തന്നു. ഞങ്ങൾ ഇന്ന് വരെ ജീവിച്ചു പോണു. പക്ഷേ ഇത്ര വർഷം ഞങ്ങൾ 40 വർഷത്തിൽ ഇവിടെ പണിയെടുത്തിട്ട് ഇതുവരെ അനുഭവിക്കാത്തൊരു ദുരിതമാണ്. ഇപ്പോൾ റിട്ടയർഡായി പോകാനായി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പോയാൽ എവിടെയെങ്കിലും ഒരു പണി കിട്ടുന്ന അവസ്ഥയിലല്ല. ഞങ്ങളൊക്കെ പ്രായമായി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇനി ഒരു 7 വർഷമാണ് ഉള്ളത്. 7 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് റിട്ടയർഡായി പോകണം. ഇനിയിപ്പോൾ നമുക്കൊരു വീട് വെക്കണോ അല്ല ഒരു സ്ഥലം വാങ്ങണോ 10 പൈസ ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഇവരിങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ ജീവിക്കും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പൂർവികന്മാരാൽ കൈമാറി വന്ന ജോലിയാണ് ഇപ്പോഴത്തെ തലമുറ ഏറ്റെടുത്തിരിക്കുന്നത്. മലമടക്കുകളിൽ ജീവിതം ഹോമിച്ചവർക്ക് ആഘോഷ ദിവസങ്ങളിൽ പോലും മതിയായ വേതനം നൽകാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. മാസശമ്പളം പോലും നിഷേധിക്കപ്പെടുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഭിച്ച കിറ്റുകളാണ് പല കുടുംബങ്ങളുടെയും പട്ടിണി അകറ്റുന്നത്. ആകെ തന്നത് 10 പണിയാണ്. 10 പണിക്ക് ആകെ 2000 റുപ്യ ഓണത്തിൻ്റെ ഒക്കെ മുന്നേ ചോദിച്ചപ്പോൾ 2000 റുപ്യ. അതിനെ ചിലവർക്ക് കയറി ചിലവർക്ക് കയറിയിട്ടില്ല. ഈ മാസം 7 ദിവസമായി സമരം തുടങ്ങിയിട്ട് ആകെ ഞങ്ങൾക്ക് കിട്ടിയ 4 പണിയാണ്. ഇതും കൊണ്ട് ഞങ്ങൾക്ക് 26 പണി ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. 10 പണിയായിട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇയാളാണെങ്കിൽ ഞങ്ങളെ പേടിപ്പിച്ചാണ് ഇവിടെ പണിയെടുപ്പിക്കുന്നത്. അത് നടക്കൂല എന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ 26 പണിയും പുള്ളും കിട്ടണം. ഇത് നാട്ടുകാർ കൊണ്ടു തന്ന അരിയും കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. ഇത് നാട്ടുകാർക്ക് നല്ലൊരു അലവ് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കഞ്ഞിക്കുള്ളൊരു ഭാഗം കൂടി കൊണ്ടു തന്നത്. ഇല്ലെങ്കിൽ ഞങ്ങളെ കഷ്ടപ്പാട് തീരൂല. 2000 ഏക്കർ ഭൂവിസ്തൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് കുറിച്യാർമല എസ്റ്റേറ്റ്. തേയിലയും കാപ്പിയും ഏലവും വിളഞ്ഞു നിൽക്കുന്ന ഒരു നല്ല കാലം ഈ തോട്ടത്തിനുമുണ്ടായിരുന്നു. നല്ല കാലത്ത് സമ്പത്ത് മുഴുവൻ കൈക്കലാക്കിയ മാനേജ്മെന്റ് നഷ്ടത്തിന്റെ പേരിൽ തൊഴിലാളികളെ കൈയൊഴിയുന്നുവെന്നാണ് ആരോപണം. തോട്ടം നടത്തിപ്പിലെ പാളിച്ചകളാണ് നിലവിലെ ഉൽപാദനക്കുറവിന് കാരണമായതെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. കനകമല എന്നതിന് ഈ എസ്റ്റേറ്റിൻ്റെ പേര്. ഇപ്പോൾ PVS ഗ്രൂപ്പ് എന്നാണ് ഈ എസ്റ്റേറ്റിൻ്റെ നിലവിൽ നിൽക്കുന്ന പേര്. അതായത് തേയില ഉണ്ടായിരുന്നു, ഏലം ഉണ്ടായിരുന്നു, കാപ്പിയുണ്ട്. ഇന്നും തന്നെ എത്ര ഈ തൊഴിലാളികൾക്ക് 250 തൊഴിലാളികളോടൊന്നും ഇവിടെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് ഈ നിത്യോപയോഗ വരുമാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ജീവിക്കാൻ നല്ല മാർഗമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ സമ്പത്ത് ഉള്ളിൽ അവർ കൊണ്ടുപോവുക. ലാഭം കിട്ടുമ്പോൾ തൊഴിലാളിക്ക് കിട്ടുന്ന സംവിധാനമല്ല. ഞങ്ങൾക്ക് ബോണസ് എസ്റ്റേറ്റ് വാഹപ്പെടുത്തിയതിന് ശേഷം തന്നെ വളരെയധികം പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. 10 കൊല്ലമായി ഇവിടെ വളർത്തിട്ട് എസ്റ്റേറ്റിൽ വളർത്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുക. ഇവർക്കിത് വേണ്ട. ഇവർ ആർക്കോ വേണ്ടി ചെയ്യാവുന്ന രീതിയിലേക്ക് പോകുക. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി PVS ഗ്രൂപ്പിൻ്റെ കമ്പനിയിലേക്കും വേണ്ടി വന്നാൽ വഹാബിൻ്റെ നിലമ്പൂർ വീട്ടിലേക്കും സമരം ഞാൻ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തൊഴിലാളി ഉറച്ച നിലപാട് നിൽക്കുകയാണ്. ശമ്പളവും ബോണസും അടക്കം മറ്റു ആനുകൂല്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ ഇവരുടെ മുറവിളികൾ തോട്ടത്തിന് പുറത്തെത്താറില്ല. ഉരുൾപൊട്ടലിൽ കുറിച്യാർമല എസ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നടിഞ്ഞിരുന്നു. 52ഓളം തൊഴിലാളി കുടുംബങ്ങളാണ് എസ്റ്റേറ്റിനുള്ളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ദിവസങ്ങളോളം കഴിഞ്ഞത്. തോട്ടമുടമയും രാജ്യസഭാ അംഗവുമായ AP അബ്ദുൽ വഹാബ് ഇവിടെ സന്ദർശിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമാകുന്നു. കൂടുതൽ തൊഴിലാളികൾ ഏകദേശം 250ഓളം തൊഴിലാളികൾ ഈ പ്രദേശത്ത് ജോലിക്ക് വരുന്നത്. ആ പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഈ കേരളത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ ഉരുൾപൊട്ടൽ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ 2018 2019 ഉരുൾപൊട്ടൽ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഈ എസ്റ്റേറ്റിനകത്തുള്ള തൊഴിലാളികൾ ഏകദേശം ഒരു 52ഓളം കുടുംബങ്ങൾ ഈ തൊട്ടടുത്തുള്ള ഇവിടെ കോഫിയുടെ ഗോഡൗണിലാണ് ഞങ്ങൾ താമസിച്ചത്. ഏകദേശം 11 ദിവസത്തോളം കുട്ടികളടക്കം മാരാരോഗികളടക്കം വരുന്ന 100 ചില്ലറോളം ആളുകൾ ഈ ക്യാമ്പിൽ നിന്നിരുന്നു. തൊട്ടടുത്തുള്ള പ്രദേശത്ത് പുത്തുമല എന്ന പ്രദേശത്ത് ഉരുൾപൊട്ടി അവിടെ അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ എസ്റ്റേറ്റ് മുതലാളി ഇതിൻ്റെ MP യുമായിട്ടുള്ള പിന്നെ അബ്ദുൽ വഹാബ് സാർ അവിടെ എത്തുകയും
അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ട ശ്രദ്ധ കൊടുത്തു. പക്ഷേ എന്നാൽ ഈ 11 ദിവസം ഇവിടുത്തെ തൊഴിലാളികൾ, അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ 11 ദിവസവും ക്യാമ്പിൽ കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇവിടുത്തെ മാനേജ്മെൻറ്റോ മുതലാളിയോ തയ്യാറായിട്ടില്ല. ഒരുപാട് പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ജോലി കൂടി നിഷേധിച്ചത്. അതേസമയം തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് തോട്ടം മാനേജ്മെന്റ്. ഉൽപാദനക്കുറവിനാൽ വൻ സാമ്പത്തിക നഷ്ടമാണ് മാനേജ്മെന്റ് നേരിടുന്നത്. ഇത്തരത്തിൽ തോട്ടത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ മാനേജ്മെന്റ് ധിക്കാരപരമായ സമീപനം തുടരുന്ന സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ തീരുമാനം. പീവീസ് ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ സമരങ്ങൾ നടത്താനും തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുണ്ട്. നിരാലംബരായ ഒരു വിഭാഗം ജനത തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ദിവസങ്ങളായി സമരപാതയിലാണ്. അവർ നടത്തുന്ന സമരത്തെ ഒരിക്കലും അവഗണിക്കരുത്. കേരളത്തിലെ തൊഴിൽ മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ തുച്ഛമായ വരുമാനത്തിന് തൊഴിലെടുക്കുന്ന ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ മാനേജ്മെന്റിന്റെ മറ്റു സ്ഥാപനങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് തൊഴിലാളികളുടെ നീക്കം. തോട്ടം തൊഴിലാളികളുടെ പ്രയാസങ്ങൾ തിരിച്ചറിയാൻ സാമൂഹ്യ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും കഴിയാതെ വരുന്നത് മൂലം ഇത്തരം സമരങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് തോട്ടം മേഖലകളിൽ. തിരുവനന്തപുരം കണ്ണമ്മൂല പുത്തൻപാലത്ത് ഫ്ളാറ്റ് നൽകാമെന്ന് പറഞ്ഞ് ഭവനരഹിതരെ നഗരസഭ വഞ്ചിക്കുന്നതായി ആക്ഷേപം. വർഷങ്ങളായി ഫ്ളാറ്റുകൾ അടഞ്ഞുകിടന്നിട്ടും ലിസ്റ്റിൽ പേരും അർഹതയുമുള്ള തങ്ങൾക്ക് ഇവ നൽകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ ജെൻഡം പദ്ധതിയുടെ ഭാഗമായുള്ള BSUP പദ്ധതി പ്രകാരമാണ് തിരുവനന്തപുരം നഗരസഭയിലെ പുത്തൻപാലത്ത് ഫ്ളാറ്റുകൾ നിർമ്മിച്ചത്. 115 ഉപഭോക്താക്കൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകൾ വാങ്ങാൻ 81 പേർ മാത്രമാണ് മുന്നോട്ട് വന്നത്. ആദ്യ ഉപഭോക്താക്കൾ വരാതായ സാഹചര്യത്തിൽ പുതിയ അപേക്ഷ നഗരസഭ സ്വീകരിച്ചു. എന്നാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ഫ്ളാറ്റുകൾ നൽകിയില്ല എന്ന ആക്ഷേപം അപേക്ഷകർ ഉന്നയിക്കുന്നു. ഇതിൽ 2 ഘട്ടം വീട് അവർ കൊടുത്തു കഴിഞ്ഞ്, 3-ാം ഘട്ട വീടാണ് ഈ കൊടുക്കാതെ അവരിങ്ങനെ ഉഴപ്പി ഞങ്ങളെ പോലെ പാവങ്ങളായിട്ട് ഇട്ട് ബുദ്ധിമുട്ടിച്ച് ഈ വെള്ളവും ചെളിയും കുടിച്ച് ഞങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്ന അത്രയും ഇതിനകത്ത് ജനിച്ച് വളർന്ന പിള്ളേരാണ് കിടക്കുന്നത്. അതിനകത്ത് അത്രയും അവർ നമ്മളടുത്ത് ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം, ഈ മാസം തരാം, അടുത്ത മാസം തരാം, ഈ ആഴ്ച തരാം എന്ന് പറയണതല്ലാതെ ഒരു തീരുമാനവും പറഞ്ഞില്ല. വാടക കൊടുക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ ആൾക്കാർ വന്ന് വാടക ഒരു മാസം കൊടുത്തില്ലെങ്കിൽ പിറ്റേ മാസം 4000 രൂപ വാടക ആവണ്. അപ്പോൾ ആ പിറ്റേ മാസം 4000 കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ 3-ാമത്തെ മാസം വന്ന് കിടക്കുന്നവർ അവർ നമ്മളടുത്ത് പോലും പറയാതെ വീട് പൂട്ടി താക്കോലെടുത്തിട്ട് പോകും. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഇവരിൽ പലരും വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. മറ്റിടങ്ങളിലേക്ക് പോകാൻ കഴിയാത്തവർ ഇവിടെ തന്നെ സ്റ്റെയർകേസിന്റെ അടിയിലും മറ്റുമായി താമസിക്കുന്നു. വാടക അടക്കം കൊടുക്കാൻ കഴിയാതെ വന്നതോടെ ഒരു വിഭാഗം പേർ അടച്ചിരുന്ന ഫ്ളാറ്റിന്റെ വാതിൽ പൊളിച്ച് അവിടെ താമസം തുടങ്ങി. എന്റെ പേര് ലിസ്റ്റിലുണ്ട്. 1-ാമത്തെ പേര് 2-ാം ഘട്ടം 3-ാം ഘട്ടം ഇതിൽ കൊടുത്താൽ എന്റെ പേരുണ്ട്. പക്ഷേ അവർ 2-3 പ്രാവശ്യം ഇവർ തമ്മിൽ അങ്ങോട്ടായി എൻ്റെ പേര് മാറ്റി എന്നാണ് പറയണത്. എന്നിട്ട് പിന്നെയും ഞാൻ മേയറൊക്കെ നേരിട്ട് കണ്ട് ആ ലിസ്റ്റിൽ പിന്നെയും പേര് വന്നു. പക്ഷേ എനിക്കിവിടെ വീട് തരൂലെന്നാണ് പിന്നെ ഇതിൽ തമ്മിലുള്ള ആൾക്കാരെ ഇതും പ്രശ്നങ്ങൾ. എനിക്ക് വാടക കൊടുക്കാൻ നിവർത്തില്ല. എൻ്റെ ഭർത്താവിന് ജോലി ചെയ്യാൻ നിവർത്തില്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്കിവിടെ ഒരു വീട് കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് കയറി കിടക്കാം. വാടക കൊടുക്കാൻ എന്നെ കൊണ്ട് നിവർത്തിയില്ല. ഇത്രയും ജനങ്ങൾ ഇതിനകത്ത് താമസിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ജനിച്ച് വളർന്ന ഇവർക്ക് തന്നെ ഇതിനകത്തുള്ള വീട് കൊടുക്കണം. അതിൽ കൗൺസിലർ ചോദിക്കുമ്പോൾ ലിസ്റ്റിൽ പേരുണ്ടല്ലോ, നിങ്ങൾക്ക് തരും എന്ന് തരുമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഇത് തന്നേ പറ്റൂ. ഈ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ വീട് തന്നേ പറ്റും. ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലമാണിത്. ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് തന്നേ പറ്റും. എനിക്ക് 2 പെൺപിള്ളേരാണ്. എനിക്ക് ഭർത്താവില്ല. എനിക്ക് 2 പെൺപിള്ളേരാണ്. എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയിട്ട് 24 വർഷമായി. എന്നിട്ട് ഞാൻ താമസിക്കുന്ന വേല ചെയ്താണ് ജീവിക്കണം എൻ്റെ കുട്ടികളെയും കൊണ്ട്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും കിടന്നേ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് വീട് വേണം. ഇലക്ഷൻ വരാറാകുമ്പോൾ പറയും തരാമെന്ന്. പിന്നെ അനക്കമില്ല. ഇലക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഞങ്ങൾ വോട്ട് മാത്രം കൊടുത്ത് അവരെ ജയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്തൊന്ന് നമ്മൾ വീട്ടുവേലയും ചെയ്ത് കയ്യും കാലും വയ്യാതെയൊക്കെ ഞങ്ങൾ ഇറങ്ങിപ്പോയി വേല ചെയ്യുന്നത്. അപ്പം നമുക്ക് വീട് വേണ്ടേ? അലോട്ട്മെന്റ് പ്രകാരം ഫ്ളാറ്റ് കിട്ടിയ പലരും അത് വാടകയ്ക്ക് കൊടുത്തിട്ട് മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ടെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. 10 വർഷത്തിന് മുമ്പേ അപ്പൻ കൊടുത്ത വീട്ടിലെ ഒരുപാട് വീടുകൾ വെറുതെ പൂട്ടി പാഴാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ 2 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ വീട് വിലയ്ക്ക് വാങ്ങിച്ച് താമസിക്കുന്നുണ്ട്.
പക്ഷേ അതിൽ നിന്ന് അവർക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ എന്തിന് ഇവർ ഇങ്ങനെ വിഷമപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒന്നീ ഞങ്ങളുള്ള ഇവിടുത്തെ ജനങ്ങൾ മരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിപ്പിക്കും. എന്നാൽ ഇവരുടെ ആക്ഷേപം നഗരസഭ നിഷേധിച്ചു. ഫ്ളാറ്റുകൾക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരാണിവരെന്നും ഇവരുടെ അപേക്ഷയിൽ നഗരസഭാ നടപടികൾ പുരോഗമിക്കുകയാണെന്നും വാർഡ് കൗൺസിലർ വ്യക്തമാക്കി. ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ആ ഗുണഭോക്താക്കളിൽ ഒരാളിന് കൊടുത്തില്ല എങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. പക്ഷെ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം മുഴുവൻ അപേക്ഷകരും ഇപ്പോൾ വരുന്ന മുഴുവൻ അപേക്ഷകളും നാളിതുവരെ വന്നിട്ടുള്ള എല്ലാ അപേക്ഷയും നഗരസഭയുടെ മുന്നിൽ പരിഗണനയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ അപേക്ഷകരിൽ നിന്ന് ഗുണഭോക്താക്കളെ കണ്ടെത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയെങ്കിൽ മാത്രമേ അവർ ഗുണഭോക്താക്കളായിട്ട് മാറുകയുള്ളൂ. ഗവൺമെന്റിന്റെ പല നടപടിക്രമങ്ങളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭൂമി ഇല്ലാത്തവരാണോ, സ്വന്തമായി കിടപ്പാട ഇല്ലാത്തവരാണോ, ഇതൊക്കെ കണ്ടെത്തിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നുമൊക്കെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും വരുന്ന മുറയ്ക്കാണ് അവർ അർഹതാ മാനദണ്ഡം അനുസരിച്ച് അവർക്ക് കിട്ടേണ്ടത്. പ്രശ്നപരിഹാരത്തിനായി കൗൺസിലറുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു. യോഗത്തിൽ ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം ഫ്ളാറ്റ് നൽകാമെന്ന് വാർഡ് കൗൺസിലർ ഉറപ്പു നൽകി. ഒപ്പം പൂട്ടുപൊളിച്ച് താമസമാക്കിയവർ എത്രയും വേഗം ഒഴിയണമെന്നും നിർദ്ദേശിച്ചു. ഒഴിഞ്ഞ ശേഷം മാത്രമേ അലോട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കൂ. ഫ്ളാറ്റുകൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് അപേക്ഷകർ ആവശ്യപ്പെട്ടു. ഒഴിയാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. കൗൺസിലറിന്റെ മേൽനോട്ടത്തിൽ നടന്ന യോഗത്തിന്റെ റിപ്പോർട്ട് മേയർക്ക് സമർപ്പിക്കും. അതിനുശേഷം മേയറുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരും. കൊച്ചി മരടിൽ നിയമം ലംഘിച്ച് ഫ്ളാറ്റുകൾ പണിത് കച്ചവടം നടത്തിയവർ നിയമക്കുരുക്കിൽപ്പെടാതെ രക്ഷപ്പെടുമ്പോഴാണ് തലസ്ഥാനത്ത് ഭവനരഹിതർ നേരിടുന്ന ഇത്തരം അവഗണനകൾ. കണ്ണൂർ ജില്ലയിലെ പരമ്പരാഗത മുള ഉൽപ്പന്ന നിർമ്മാണ മേഖലകൾ നേരിടുന്ന സ്തംഭനാവസ്ഥയിലേക്കാണ് എൻ്റെ വാർത്ത ഇനി വിരൽ ചൂണ്ടുന്നത്. മുളയുടെ ലഭ്യതക്കുറവും പ്രളയവും ഈ മേഖലയെ ഏറെ പ്രതിസന്ധിയിലാക്കി. ഇരിട്ടി കൂട്ടുപുഴയിലടക്കം വിവിധ മേഖലകളിലെ ഒരു കൂട്ടം കുടുംബങ്ങളുടെ പരമ്പരാഗത തൊഴിലായിരുന്നു മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം. കിലോമീറ്ററുകളോളം താണ്ടി മുളംകാടുകളിൽ ചെന്ന് മുളകൾ ശേഖരിച്ച് യന്ത്രസഹായമില്ലാതെയാണ് ഇവർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. കൂട്ട, പായ, മുറം തുടങ്ങിയവയെല്ലാം പ്രകൃതിയുടെ സത്ത ചോരാതെ ഈ കൈകളിലേക്ക് വഴങ്ങി. എന്നാൽ ഇന്ന് ഈ പാരമ്പര്യ നിർമ്മാണ മേഖല തീർത്തും സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പ്ലാസ്റ്റിക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ കടന്നു വന്നതോടെയാണ് മുള ഉൽപ്പന്ന നിർമ്മാണ മേഖലയുടെ നടുവൊടിച്ചത്. നേരത്തെ ഉള്ള ആൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ നിന്ന് എല്ലാം വിട്ടു എല്ലാം പോയി. എല്ലാം ഈ റോഡ് സൈഡെല്ലാം കൂടുതൽ വെച്ച് കെട്ടിയിരുന്നതായിരുന്നു. കുറേ കുടുംബം 100-200 കുടുംബം മേലുണ്ടായിരുന്നു. സാധനം കിട്ടാനില്ല, അതുകൊണ്ട് എല്ലാവരും പോയി ഇവിടെ നിന്ന്. ഇവിടെ ഈ പ്ലാസ്റ്റിക് വന്നുകൊണ്ട് ഈ മീനിൻ്റെ പണിക്കെല്ലാം ഈ കൊട്ട പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ കൊട്ട പോകാൻ. പ്ലാസ്റ്റിക് മുറ ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെല്ലാം വരുന്നുണ്ട്. നമ്മുടെ തൊഴിൽ ഇതായതുകൊണ്ട് മുറം കൊട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് മുറത്തിൻ്റെ തീരെ പണി പോകുന്നില്ല നമുക്ക്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇറങ്ങുന്നതുകൊണ്ട്. അതുകൊണ്ട് ഭയങ്കര ടൈറ്റിലാണ് നമ്മളെല്ലാം. അതിൻ്റെ കൂടാതെ നമുക്ക് ഈ ഓട കിട്ടാത്ത പ്രശ്നം വേറെയാണ്. ഓട കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ തീരെ കിട്ടുന്നില്ല. ഈ മഴയും കൂടെ ആയതുകൊണ്ട് നമുക്ക് കിട്ടാനുമില്ല, പണിയില്ല. ആകെ കഷ്ടപ്പാടാണ്, ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും. സർക്കാരിനോട് ആവശ്യപ്പെട്ട് സർക്കാർ ഒന്നും ചെയ്തു തരുന്നില്ലല്ലോ. സർക്കാരിനോട് എത്ര കാലം തുടങ്ങി നമ്മൾ പറയുന്നുണ്ട്, ഒന്നും അനുവദിച്ചു തരുന്നില്ലല്ലോ. കാലം തെറ്റിയുള്ള മഴയും പ്രളയവും മുളയുടെ ലഭ്യതയിൽ വലിയ ഇടിവുണ്ടാക്കി. കൂടാതെ വന്യമൃഗങ്ങളുടെ ആക്രമണവും കൂടിയായതോടെ മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ആദ്യമൊക്കെ ഞങ്ങൾ മലയ്ക്കൊക്കെ പോയി കൊത്തുമായിരുന്നു. ഇപ്പം മലയ്ക്കൊന്നും പോയി കൊത്തല്ല. മൂപ്പന്മാരെ കൊണ്ട് നമ്മൾ കൊട്ട കിട്ടുന്ന മുതലാളികൾ കൊത്തിക്കുന്നതുകൊണ്ട് ഇപ്പം അവർക്ക് ഓട കിട്ടാനില്ല. അവർ മഴയായിട്ട് ആനയാണ് പറഞ്ഞ് കൊത്താനില്ല പറഞ്ഞ് അവർ ഓട ഇറക്കി കൊടുക്കുന്നില്ല. ഇയാൾ ഞങ്ങൾക്ക് തരുന്നില്ല. എല്ലാം കൊണ്ടും കഷ്ടപ്പാടാണ്. ഒന്നും കിട്ടാല്ല, പണിയെടുക്കാൻ സാധനങ്ങളേ ഇല്ല. നമ്മളെ പോലത്തെ ആൾക്കാർ കുറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഓടയൊന്നും കിട്ടാത്തതുകൊണ്ട് തീരെ പണി കുറവാണ്. കുട്ടികളെ പഠിക്കുന്നത് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഒരാൾ മേസ്തിരിപ്പണിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അതും പണിയൊന്നുമില്ല. ഒരാൾ കടയിൽ പോയിക്കൊണ്ടൊക്കെ അവനും പണിയൊന്നുമില്ല. അവൻ നമ്മൾ മൂത്ത മോൻ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെയൊക്കെ സഹായിക്കുന്ന മോനാണ്. ഓനിപ്പോൾ വീട്ടിൽ അങ്ങുണ്ട്. ആർക്കും പണിയൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതമൊക്കെ ഇപ്പോൾ കഷ്ടപ്പാടന്നെ. ഇന്ന് വിരലിലെണ്ണാവുന്ന ചുരുക്കം ആളുകളാണ് ഈ രംഗത്ത് അവശേഷിക്കുന്നത്. ചെറിയ കൂലിയിലാണെങ്കിലും തനത് പാരമ്പര്യം നിലനിർത്തുന്നതിനായാണ് ഇവിടുത്തുകാർ ഇന്നും ഈ തൊഴിൽ മേഖലയിൽ തുടരുന്നത്. ഇതിപ്പോൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിന്നുകൊണ്ടെന്നാണ്, കുലത്തൊഴിലല്ല നിന്നുകൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് 300-350 റുപ്യ ദിവസക്കൂലി ആവുള്ളൂ നമുക്കിത് നേരത്തെ പോലെ പണിത് കഴിഞ്ഞാൽ. ഒരു ദിവസം
ചുവടിട്ടാലും ഒരു 10 ഇത് ചെറുത് മടയാം. ചുവടിടാൻ ഒരു പണിയാണ്, പിന്നെ ചീകിയെടുക്കണം, അത് പിന്നെ ഉണങ്ങി കിട്ടണം. ഇത് ഒരെണ്ണം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 50 രൂപ കൂലി കിട്ടുന്നത് ഒരെണ്ണത്തിന്. ദിവസം ഒരു 300-350 രൂപയുടെ പണിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴത്തെ പിന്നെ എല്ലാം വില, സാധനത്തിൻ്റെ വിലയെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഒന്നിനും എത്തില്ല ഒരു ദിവസത്തിന്. ഈ കുലത്തൊഴിലല്ലേന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ടെന്നുള്ള ധാരണയിൽ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇപ്പോഴത്തെ തലമുറ ഒന്നും ചെയ്യുന്നില്ല, പുതിയ ആൾക്കാർ ഇതിൽ വരുന്നില്ല. കാരണം ഇതിന് വേതനം കുറവാണ്. അതുകൊണ്ട് മറ്റു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ നല്ല കൂലി കിട്ടും. ഇതാകുമ്പോൾ ഓടയും മുളയൊക്കെ ശേഖരിക്കണമെങ്കിൽ തന്നെ പിന്നെ ഫോറസ്റ്റിൽ നിന്ന് ഓട കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വനസംരക്ഷണത്തിന്റെ പേരിൽ അധികാരികളുടെ തിക്താനുഭവങ്ങളും ഇവർക്കുണ്ട്. ഇടനിലക്കാരുടെ ചൂഷണവും മറ്റ് തൊഴിൽ മേഖലയിലെ ആകർഷകമായ വരുമാനവും തൊഴിലാളികളെ ഈ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ വലിയ ഘടകമായി. സർക്കാരോട് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ സർക്കാരോടൊക്കെ കുറേ പറഞ്ഞു. സർക്കാർ ഇതെന്താ എടുക്കുന്നത്? സർക്കാർ ഇതൊന്നും അനുവദിച്ചിട്ടൊന്നുമില്ല. കാട്ടിൽ കയറാനുള്ള പാസും ആക്കി തന്നിട്ടില്ല, നമുക്ക് അതിനുള്ള ഇതൊന്നും ചെയ്തു തന്നിട്ടില്ല. കാട്ടിൽ മുള ഉണ്ടായി ചോദിച്ചാൽ നമ്മളൊക്കെ കൊത്തുന്ന കാലം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ കാട്ടിൽ കയറി കൊത്തുമ്പോൾ അപ്പം നമ്മൾ തലച്ചോടായിട്ട് വരുന്ന സമയമാണ് അന്നേരമൊക്കെ. ഇപ്പോൾ ഇവർ വണ്ടിക്കൊക്കെ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് കാട്ടിലൊന്നും ഓടയില്ല. പിന്നെ ഉള്ളോട്ടൊക്കെ ഉണ്ടാവും. ഉള്ളോട്ടത്തിൽ നമ്മൾ പോകില്ല, നമ്മളിപ്പോൾ കുറേ ആയിട്ട് പോക്കില്ല. ഇവരും കാട്ട് കയറ്റില്ല, ഫോറസ്റ്റുകാർ ഞങ്ങളോട് കാട്ട് കയറ്റില്ല. ഞങ്ങളിവിടെ വീട്ടിൽ വന്ന് പറഞ്ഞതാ. 1-2 പ്രാവശ്യം വന്നിട്ട് നിങ്ങൾക്ക് ആരാ കൊണ്ടുതരുന്നത്, നിങ്ങൾ എവിടെയാണ് പോയി കൊത്തുന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പോയി കൊത്തിക്കൊണ്ട് നിന്നതായിരുന്നു. തൊഴിലാളികളെ സംരക്ഷിക്കാനായി നിർമ്മിച്ച ബാംബു കോർപ്പറേഷന്റെ ഇരിട്ടിയിലെ ഓഫീസ് അടച്ചുപൂട്ടിയതായും ഇവർ പരിഭവം പറയുന്നു. പിന്നെ ആദ്യമല്ല ഈ ബാംബു കോർപ്പറേഷനൊക്കെ വന്നില്ലേ, ആദ്യമൊക്കെ അങ്ങനെയൊക്കെ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പണിയൊന്നുമില്ല, അതൊരു സഹായമില്ല. ഞങ്ങൾ അവരുണ്ടാകുമ്പോൾ അവരോട് ഓട വാങ്ങലാണല്ലോ. അവരുണ്ടാകുമ്പോഴേ ഞങ്ങൾക്ക് കാട്ടിലൊന്നും കൊത്തിക്കൂടാ. അവരോട് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പാട്ട് പോയി കൊത്തി ഞങ്ങളെ പിടിപ്പിക്കുക അവർ അന്നേരം. പിന്നെ അവരൊക്കെ ഓഫീസൊക്കെ അടച്ചുപൂട്ടി പോയതുകൊണ്ട് ഇപ്പോൾ അവരെവിടെയാണെന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും അവർ ഇറക്കി തരലൊന്നുമില്ലല്ലോ. ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ബാമ്പു ഉണ്ടായിരുന്നു, ഇവിടെ വള്ളിത്തോടുണ്ടായിരുന്നു. പരമ്പരാഗത കുടിൽ വ്യവസായങ്ങളുടെ തകർച്ചയുടെ കഥകളിൽ മറ്റൊന്നാണിത്. അധികാരികളുടെ ശ്രദ്ധ പതിഞ്ഞ് മേഖലയെ സംരക്ഷിക്കേണ്ട ചുമതലകൾ അധികം വൈകാതെ തന്നെ ഏറ്റെടുത്തില്ലെങ്കിൽ കേരളത്തിലെ മറ്റൊരു പാരമ്പര്യ കുടിൽ വ്യവസായം കൂടി ശിഥിലമായേക്കും. വനസംരക്ഷണത്തിന്റെ മറവിലാണ് ഈ പരമ്പരാഗത മേഖലയ്ക്കെതിരായ പീഡനങ്ങൾ അരങ്ങേറുന്നത്. ഇത്തരം പ്രയാസങ്ങൾ നേരിടുമ്പോഴും ഈ രംഗത്ത് തുടരുന്ന തൊഴിലാളികളുടെ തിക്താനുഭവങ്ങൾ നാം തിരിച്ചറിയണം എന്ന ഓർമ്മപ്പെടുത്തലോടെ എൻ്റെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വിലാസം ദി പ്രൊഡ്യൂസർ, എൻ്റെ വാർത്ത, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. മൊബൈൽ 9847939925. ഇമെയിൽ info@amritatv.com. പുതിയ വിശേഷങ്ങളും ജനകീയ പ്രശ്നങ്ങളും അടങ്ങുന്ന റിപ്പോർട്ടുകളുമായി എൻ്റെ വാർത്ത വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.